ഇന്ന് ഫ്ലാക്സ് സീഡ് കൊണ്ട് ഒരു ലഡുവാണ് ഉണ്ടാക്കുന്നത്. ഫ്ലാക്സ് സീഡ് അഥവാ ചണവിത്ത് എന്ന് പറയും. അപ്പോൾ നമ്മൾ അറിയാം, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാക്സ് സീഡ് രണ്ട് വിധത്തിൽ കാണുന്നുണ്ട്. ബ്രൗൺ നിറത്തിലും അതുപോലെ ഒരു ഗോൾഡൻ നിറത്തിലുമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്രൗൺ നിറത്തിലുള്ളതാണ് എടുക്കുന്നത്. ഒരു കപ്പ് ഫ്ലാക്സ് സീഡ് ഒന്ന് നമുക്ക് പാനിലിട്ടിട്ട് അടികരിയാണ്ട് ഒന്ന് നോക്കിയിട്ട് വറുത്തെടുക്കാം. ഫ്ലാക്സ് സീഡിൽ പ്രോട്ടീൻ, മഗ്നീഷ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ B6, സിങ്ക്, അതുപോലെ അയൺ ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു പിടി ദിവസേന നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഗുണങ്ങളുള്ളതായിരിക്കും ഇത്. അപ്പോൾ നമ്മളിത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ ഇത് പൊട്ടി വരുന്ന നിങ്ങൾ കാണുന്നില്ലേ, ആ ഒരു സമയമാണ് മാറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ 1/4 കപ്പ് വീതം ഇതിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. അതുപോലെ പിന്നെ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് എള്ളാണ്. അപ്പോൾ വെളുത്ത എള്ളാണ് ചേർക്കുന്നത്. കറുത്തതുണ്ടെങ്കിൽ അതായിരിക്കും ഇതിനേക്കാളും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ അണ്ടിപ്പരിപ്പായി കഴിഞ്ഞാലും അതുപോലെ ബദാമായി കഴിഞ്ഞാലും ഒക്കെ കൊളസ്ട്രോളിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് ഈ നട്ട്സൊക്കെ കഴിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ എള്ള് കഴിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ്, അതായത് അയൺ അടങ്ങിയിരിക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അതിൻ്റെ വിളർച്ചയ്ക്കുള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ നല്ലതാണ്. മുടി വളർച്ചയ്ക്കും അതുപോലെ എല്ലിനും പല്ലിനും ഒക്കെ ഈ നമ്മൾ എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ എള്ളും അവിലും ഒക്കെ പൊടിച്ചിട്ട് കുട്ടികൾക്ക്, അഥവാ ഒന്ന് ശരീരപുഷ്ടി ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ മുതിർന്നവരായി കഴിഞ്ഞാലും ഒക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. തടിയില്ലാത്തവർക്കൊക്കെ തടി വെക്കാനൊക്കെ എള്ളും അവിലും വറുത്തിട്ട് പൊടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളതും വറുത്തതിന് ശേഷം നേരത്തെ ഫ്ലാക്സ് സീഡ് ഇട്ട ആ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയം നമുക്ക് ഒരു 2 കഷ്ണം വെല്ലം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ലഡു നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൽ തീരെ എണ്ണയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്നത്, വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലും കട്ടകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ആ ഒരു സമയം നമുക്കിതൊക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ചൂടോടെ പൊടിച്ചെടുക്കാൻ പാടില്ല, മിക്സിൻ്റെ ജാറങ്ങ് കേടായി പോകും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് എത്ര ബാച്ചായിട്ടാണോ പറ്റുന്നത് വെച്ചാൽ അങ്ങനെ പൊടിച്ചെടുക്കും. ഞാനിപ്പോൾ ഒരു 1-2 ബാച്ചായിട്ട് കുറേശ്ശെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. നല്ലോണം തന്നെ പൊടിയായിട്ട് തന്നെ ഇത് പൊടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയണ്ടേ, ഒരുപാട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നില്ല. ഈ ഒരു പൊടിയാവുന്ന വിധത്തിലൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിൽ ഈത്തപ്പഴം ചേർക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൽ വെള്ളം ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടാമത്തെ ബാച്ച് ഞാനിതിലേക്ക് പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അവിടെ വെള്ളം ഒന്ന് ഇതാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു നൂൽപ്പരുവം ആവണം. അപ്പോൾ അതായത് ഒരു ഒറ്റ നൂൽ പരുവത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മൾ ആ ഒരു ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വെളിച്ചൽ കിട്ടുള്ളൂ. നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ചൊരു ഏലക്കാപ്പൊടിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. ഉപ്പ് നമ്മൾ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇതാ ഇപ്പോൾ ഒറ്റനൂൽ പരുവായിട്ടുണ്ട്. ഈ ഒരു സമയം തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ, അപ്പോൾ നല്ലോണം ഇതിൽ കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ അലുവയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഇതാകും. കുറച്ച് പശുനെയ്യ് നമുക്കിതിലേക്ക് ചേർക്കാം. കുറച്ച് നല്ലൊരു ഫാറ്റ് കിട്ടാൻ, ഹെൽത്തി ഫാറ്റ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ് പശുനെയ്യ്. അല്ലാണ്ട് ഒരുപാട് പശുനെയ്യും നമ്മളിതിലേക്ക് ചേർക്കണ്ട. അപ്പോൾ അത് ചേർക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് വേഗം വിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മാത്രം മതിയാകും. ഒരുപാട് സമയം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പം കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ചൂടോടെ നമുക്ക് എന്തായാലും ഉരുട്ടാൻ കഴിയില്ല. അപ്പോൾ കുറച്ചൊന്ന് തണിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് പ്ലേറ്റിലേക്കൊന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഒരു വിണ്ടിയ എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ചൂടോടെ അപ്പാടെ തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ കൈയൊക്കെ പൊള്ളി ഇതാവും ചെയ്യും. അപ്പോൾ അതുപോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വെളിച്ചൽ കിട്ടുകയും ചെയ്യും. ആ ഒരു ചൂടോടെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം ഉരുട്ടിയെടുക്കുന്നത്. കയ്യിൽ കുറച്ച് പശുനെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡിൽ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് omega-3 ഫാറ്റി ആസിഡ്. അപ്പോൾ ഇത് ദിവസവും നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ഉണ്ടകളാക്കിയിട്ട് എല്ലാവർക്കും കഴിക്കാം. നമ്മളെ വീട്ടിൽ ആരോഗ്യമുണ്ട്, കുട്ടികളായി കഴിഞ്ഞാലും മുതിർന്നവരായി കഴിഞ്ഞാലും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വളരുന്ന പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കായി കഴിഞ്ഞാലും ഏത് ആൺകുട്ടികൾക്കായി കഴിഞ്ഞാലും ഒക്കെ വളരെ നല്ലതാണ്.
അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ തടി കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ രക്തത്തിലെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് ദിവസേന കഴിക്കുന്നത് വഴി ചീത്ത കൊളസ്ട്രോളിൻ്റെ ലെവലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ മാത്രമല്ല, ശരീരത്തിലുണ്ടാകുന്ന ബ്ലഡ് പ്രഷറൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ അമിതമായിട്ടുള്ള വിശപ്പൊക്കെ തടയുന്നത് നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നത് ഒന്നാണ്. അതുപോലെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ അതിൻ്റെ ആ ഒരു ലെവൽ കൂടാണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഫ്ലാക്സ് സീഡിൽ ക്യാൻസറിനെ തടയാനുള്ള ഘടകങ്ങൾ പോലും അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഇപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒന്നാണ് ഇപ്പോൾ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരു പണിയുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ലേ. അപ്പോൾ കുട്ടികൾക്കും വലിയ ആൾക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്